മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട അന്റാർട്ടിക്കയുടെ വിശാലമായ ശൂന്യതയിൽ ഒരു ഭീമൻ പർവ്വതത്തിലേക്ക് ഒറ്റയ്ക്ക് നടന്നു നീങ്ങുന്ന ഒരു പെൻഗ്വിൻ ഇത്രയും സാധാരണമായൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിച്ചത്. ശബ്ദമില്ലാതെ, തിരക്കോ ബഹളമോ ഇല്ലാതെ മഞ്ഞുപാളികളിലൂടെ മുന്നോട്ടു പോകുന്ന ആ ചെറുരൂപം അപ്രതീക്ഷിതമായി മനുഷ്യരുടെ ഉള്ളിലെ വികാരങ്ങളോട് ചേർന്നു. ഒരു ഹ്രസ്വ വീഡിയോ ആയിരുന്നുവെങ്കിലും അത് ദശലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു, വീണ്ടും വീണ്ടും പങ്കുവച്ചു. അതിനെക്കുറിച്ച് നിരവധി അർത്ഥങ്ങളും ചർച്ചയായി. പലർക്കും ആ പെൻഗ്വിൻ എല്ലാവരും പോകുന്ന വഴിയല്ലാതെ മറ്റൊരു വഴി തിരഞ്ഞെടുത്ത ധൈര്യത്തിന്റെ പ്രതീകമായിരുന്നു. സ്ഥിരതയുള്ള ജോലികളിലും ആവർത്തിക്കുന്ന ജീവിത രീതികളിലും കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെക്കാൾ കൂടുതൽ ധൈര്യം ആ ചെറിയ പക്ഷിക്കുണ്ടെന്ന് ചിലർ പറഞ്ഞു. അങ്ങനെ ആ വീഡിയോ ഒരു സാധാരണ വന്യജീവി ദൃശ്യത്തിൽ നിന്ന് മാറി മീമുകളും തമാശകളും നിറഞ്ഞ ഒരു വലിയ ചർച്ചയായിരുന്നു. ജീവിത വിരക്തിയും സമൂഹത്തെക്കുറിച്ചുള്ള പരിഹാസവും അടക്കം രാഷ്ട്രീയ തമാശകളും ഒക്കെ ആ പെൻഗ്വിനെ ചുറ്റിപ്പറ്റി പിറന്നു. ഇതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഗ്രീൻലാൻഡിനെ കുറിച്ചുള്ള തന്റെ പഴയ പരാമർശങ്ങൾ പരിഹസിക്കാൻ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു പെൻഗ്വിൻ ചിത്രം പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി. ChatGPT ട്രിക്സസിന്റെ ഔദ്യോഗിക അക്കൗണ്ട് ഈ വീഡിയോ വെറും ഒരു വിചിത്രമായ വന്യജീവി ദൃശ്യമല്ലെന്ന് വിശദീകരിച്ചു. ആളുകൾ ഈ ക്ലിപ്പ് പങ്കുവച്ചത് അതിന്റെ അപൂർവത കൊണ്ടല്ല, മറിച്ച് അവർ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ചില ചിന്തകൾ അത് തുറന്നു പറഞ്ഞതുപോലെ തോന്നിയത് കൊണ്ടാണ്. എന്നാൽ ഈ വീഡിയോയുടെ യഥാർത്ഥ പശ്ചാത്തലം പലരും കരുതുന്നതിലും പഴക്കമുള്ളതാണ്. ഇപ്പോൾ വൈറലായി കഴിഞ്ഞ ആ ദൃശ്യങ്ങൾ 19 വർഷം മുൻപ് പുറത്തിറങ്ങിയ ഒരു ഡോക്യുമെന്ററിയിൽ നിന്നുള്ളതാണ്. ജർമ്മൻ സംവിധായകൻ വെർണർ ഹെർസോഗ് സംവിധാനം ചെയ്ത എൻകൗണ്ടേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്ന ചിത്രത്തിലാണ് ഒരു പെൻഗ്വിൻ തന്റെ കൂട്ടം വിട്ട് കടലിലേക്ക് പോകേണ്ടതിന് പകരം 70 കിലോമീറ്ററോളം ഉള്ളിലേക്ക് മഞ്ഞുമൂടിയ പർവ്വതങ്ങളിലേക്ക് നടന്നു പോകുന്നത് പകർത്തിയിരിക്കുന്നത്. സാധാരണയായി പെൻഗ്വിനുകൾ കൂട്ടമായി ജീവിക്കുകയും ഭക്ഷണത്തിനും അതിജീവനത്തിനുമായി കടലിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഈ പക്ഷി തിരഞ്ഞെടുത്തത് അതിനൊട്ടും സ്വാഭാവികമല്ലാത്ത ഒരു വഴിയായിരുന്നു. ശാസ്ത്രീയമായി നോക്കിയാൽ ആ യാത്രയ്ക്ക് അതിജീവിക്കാൻ സാധ്യത വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെർസോഗ് ആ നടത്തത്തെ മരണയാത്ര എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. പിന്നീട് ശാസ്ത്രജ്ഞർ വിശദീകരിച്ചത് ആ പെൻഗ്വിൻ തന്റെ ഇണയെ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കടുത്ത വിഷാദാവസ്ഥയിലായിരിക്കാമെന്നും അതിന്റെ പെരുമാറ്റം ആ മാനസികാവസ്ഥയുടെ ഫലമായിരിക്കാം എന്നുമാണ്. പെൻഗ്വിൻ ഒടുവിൽ ജീവനോടെ തിരികെ എത്തിയോ എന്നതിനെ കുറിച്ച് ഔദ്യോഗിക വിവരങ്ങളില്ലെങ്കിലും പലരും അത് മരണത്തിലേക്ക് നയിച്ച ഒരു യാത്രയായാണ് കരുതുന്നത്. പക്ഷേ നമ്മൾ കണ്ട പെൻഗ്വിന്റെ യാത്ര എല്ലാവരും പലതരത്തിലുള്ള അർത്ഥങ്ങൾ മെനഞ്ഞുവെങ്കിലും ആ പെൻഗ്വിന്റെയും യാത്ര അവസാനം മരണത്തിലേക്ക് തന്നെയായിരുന്നു.